നമ്മുടെ ഇതെല്ലാം ഞാൻ ചതച്ച് വെച്ച് കഴിഞ്ഞു. എന്താ ഉണ്ടോ, ഞാൻ ചതച്ച് വെച്ചത് ഞാൻ ഇതിൽ മുക്കിയെടുക്കുകയാണ്. നിങ്ങൾ കാണിച്ചു തരാം. ഇതാ കണ്ടോ. അപ്പോൾ ഇതിന് മേലേക്ക് വേണം ഇതിൻ്റെ ഇത് വരാനായിട്ട് കേട്ടോ. കൂടി പൊട്ടിച്ചിട്ടിട്ട് നന്നായി നിരത്തിയിട്ടുണ്ട് കേട്ടോ. മേടിക്കുന്ന അതേ ഒരു ഇത് കണ്ട. ഞാൻ കണ്ണെഴുതി കാണിച്ചു തരാൻ ചൂടാറട്ടെ കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കൺമഷി ഉണ്ടാക്കുന്ന ഫുൾ വീഡിയോ ഉണ്ട് കേട്ടോ. സ്കിപ്പ് ചെയ്യാതെ കാണാം. കൺമഷി ഞാൻ ഉണ്ടാക്കുന്ന എല്ലാം സ്റ്റെപ്പ് ബൈ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളതിൽ തിരി ഉണ്ടാക്കാനുള്ളത്. അതായത് തിരി മുക്കാനുള്ള ചാറുണ്ടാക്കുന്നത്. ആ വയലറ്റ് പൂവുള്ളത് നിങ്ങൾ കണ്ടുല്ലോ, അതാണ് നമ്മുടെ പൂവാങ്കൂർന്നില കേട്ടോ. പിന്നെ തുളസി, പനികൂർക്കല, പിന്നെ കീഴാർനെല്ലിയാണ് ഞാൻ ഇപ്പോൾ കാണിച്ചുകൊണ്ട്. ഞാൻ ടൈലിൻ്റെ ഇടയിലൊക്കെ മുളച്ച് വന്നിട്ടുണ്ട്. ഞാനതൊന്നും കളയില്ല. ഹെയർ ഓയിലിന് ആവശ്യമുള്ളത് കൊണ്ടും കൺമഷിക്ക് ആവശ്യമുള്ളത് കൊണ്ടൊന്നും കളയില്ല. ഇത് കയ്യോന്നി കേട്ടോ, ഒരു വെള്ള പൂവാണ് ഉണ്ടാവുക. അത് കയ്യോന്നി ഞാൻ വേറെ സ്ഥലത്ത് നിന്ന് കളക്ട് ചെയ്തതാണ് കേട്ടോ. നമ്മുടെ അവിടെ ഉണ്ടായത് പോയി. അപ്പോൾ അങ്ങനെ കയ്യോന്നി, പൂവാങ്കൂർന്നില, പനിക്കൂർക്കയുടെ ഇല, തുളസി ഇല, അങ്ങനെ ഇത്രയും ഐറ്റംസുകളുടെ ഔഷധ ചാറിലാണ് നമ്മൾ കോട്ട മുക്കിയിട്ടാണ് തിരി ഉണ്ടാക്കുന്നത്. കൺമഷിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കളക്ട് ചെയ്തു. പൂവാങ്കൂർന്നില നിങ്ങൾ കാണിച്ചത്, കീഴാർനെല്ലി കാണിച്ചത്. കീഴാർനെല്ലി ഞാൻ ഇതിലേക്ക് കൊണ്ടുവന്നിട്ടില്ല കേട്ടോ, വേണമെങ്കിൽ എടുക്കാം. പിന്നെ പൂവാങ്കൂർന്നില, പിന്നെ തുളസി, പനികൂർക്കയുടെ ഇലയില്ലേ അത്. അപ്പോൾ പനികൂർക്കയുടെയും തുളസിയുടെയും നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ കുട്ടികളൊന്നും കാണിച്ചതൊക്കെ നമ്മുടെ വീട്ടിൽ ഉള്ളതാണ് കേട്ടോ. നമ്മുടെ വീട്ടിലും അടുത്ത വീടുകളിലൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ ഉണ്ട്. പിന്നെ കയ്യോന്നി മാത്രമാണ് ഞാൻ വേറൊരു വീട്ടിൽ നിന്ന് കളക്ട് ചെയ്തു. കാരണം പാടത്തിന് ശരിക്കും പറഞ്ഞാൽ കിട്ടാറ് ഹെയർ ഓയിലിന് ഞാൻ എടുക്കാറ് പാടത്തേക്ക് വീട്ടിൽ ആണ്. പക്ഷേ ഇപ്പോൾ ഒരു 2-3 വീടുകളിൽ നമുക്ക് കളക്ട് ചെയ്യുന്നുണ്ട് കയ്യോന്നി. അവരിങ്ങനെ വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കയ്യോന്നി കേട്ടോ. കയ്യോന്നിയുടെ ഇല ഞാൻ നേരത്തെ കാണിച്ചത് ഒരു വൈറ്റ് പോലെ ഉണ്ടാവുക. നിങ്ങൾക്കിത് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ മുന്നത്തെ വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ വിശദമായ വീഡിയോസ് ഇട്ടിട്ടുണ്ട്, ഓയിൽ മേക്കിങ്ങിലും ഒക്കെ. അപ്പോൾ നമ്മൾ ഇത്ര നേരം വയ്ക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഇതൊക്കെ കയ്യോന്നി പൂവാങ്കൂർന്നിലാണ് ഈ ക്വാണ്ടിറ്റി. കഴുകിയിട്ട് നമ്മൾ വെള്ളം വറന്നതിന് ശേഷം എടുത്തുകൊണ്ട് വന്ന് ആട്ട വീഡിയോ ചെയ്യാനായിട്ട്. പിന്നെ നമുക്ക് ഇതിനൊപ്പം ഈ പൂവാങ്കൂർന്നില ഞാൻ കാണിച്ചത് പോലെ വൈലറ്റ് പൂവാണ് വരിക കേട്ടോ. വേഗം ഓടി പോകുന്നത് വീഡിയോ ലെങ്ത് ആവാതിരിക്കാനാണ്. പിന്നെ നമ്മളതിൽ കറ്റാർവാഴയാണ് ചേർക്കുന്നത്. ഇത് നമ്മുടെ വീട്ടിലുള്ളതാണ് കേട്ടോ. ഒരെണ്ണം ഞാൻ ഇത്രയും ക്വാണ്ടിറ്റിക്ക് ഒരെണ്ണം ഞാൻ ചേർക്കുന്നുള്ളൂ കേട്ടോ. ഒരു കറ്റാർവാഴയുടെ ജ്യൂസ് നമ്മൾ എടുക്കണ്ടോ. പിന്നെ നമ്മൾ അതിലേക്ക് പിന്നെ ഇതിൽ ഞാൻ നമുക്ക് കാണിക്കാത്തത്, ഇത് ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. ഞാൻ തളർ വെറ്റില, ഒരു തളർ വെറ്റില ചേർക്കുന്നുണ്ട്. അല്ലെങ്കിൽ വെറ്റിലയാൽ മതിയായിരുന്നില്ല. പക്ഷെ എനിക്ക് ഇവിടെ ഒരു വീട്ടിലത് കിട്ടാനുണ്ട്. അപ്പോൾ ഞാൻ കടയിൽ നിന്ന് വാങ്ങിക്കത്തില്ല, വീട്ടിൽ നിന്നാണ് കളക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ഞാനൊരു കുട്ടീനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതവിടെ എത്തിയിട്ടില്ല അത് ഷൂട്ട് ചെയ്യുമ്പോഴേ. അപ്പോൾ അതും കൂടി ഞാൻ ആ ജ്യൂസിൽ ചേർക്കും കേട്ടോ. അപ്പോൾ അത് അപ്പോൾ ഇടാൻ പറ്റിയില്ല, അല്ലെങ്കിൽ അതും കൂടി നിങ്ങൾ ചെയ്യണം, നല്ലതാണ്. അപ്പോൾ ആയുർവേദ വിധി പ്രകാരം തയ്യാറാക്കുന്ന കൺമഷിക്ക് അതെന്തായാലും ഒരു മുഖ്യ ഘടകമാണ്. അപ്പോൾ എന്തായാലും ചേർത്തില്ലെങ്കിൽ കൺമഷിക്ക് ആവും, ഇതൊന്നും ചേർത്തില്ലെങ്കിൽ കൺമഷിക്ക് ആവും. പക്ഷേ നമ്മൾ ചേർക്കുമ്പോൾ ഇതൊക്കെ ചേർക്കുമ്പോൾ ഔഷധമൊന്നും കിട്ടുമല്ലോ. അപ്പോൾ ഒരു വെറ്റില നല്ലതാണ്. അപ്പോൾ വെറ്റില നമ്മൾ ചേർക്കാം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഞാൻ കാണിച്ചതാണ് നമ്മുടെ ഒരു ചെറുനാരങ്ങ. അതെന്തിനാണെന്ന് വെച്ചാൽ ചെറുനാരങ്ങ ഇപ്പോൾ കൺമഷിക്ക് അനിവാര്യ ഘടകമായിട്ട് കൊണ്ടല്ല, നമ്മുടെ ഈ കറ, ഈ ഇലകളുടെ ചാറുണ്ടല്ലോ, നമ്മൾ പിഴിഞ്ഞെടുക്കുമല്ലോ. അപ്പോൾ ആ കറ അതിൽ പിടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഈ നാരങ്ങയുടെ 2-3 ഡ്രോപ്സ് നമ്മുടെ ഈ ജ്യൂസിൽ ഈ ഇലകളുടെയൊക്കെ ഔഷധചാറിൻ്റെ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ആ തുണിയിൽ ഈ പച്ചില ചാറ് പെട്ടെന്ന് പിടിക്കും. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ചെറുനാരങ്ങ ചേർക്കുന്നത്. പിന്നെ അവസാനം ചേർക്കേണ്ട കുറച്ച് 2-3 ഘടകങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് വഴിയേക്കാം. നമ്മൾ പറിച്ചെടുത്ത ഇലകളും അതുകളൊക്കെ നമ്മൾ കട്ട് ചെയ്തിടാം കേട്ടോ. നമ്മുടെ കട്ടിങ് ബോർഡിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക, ഈടായിരിക്കും നിങ്ങൾക്ക് എളുപ്പം. അപ്പം ഞാനിപ്പോൾ ഇത് കൈ കൊണ്ട് വേഗം കിട്ടുന്നത് കൊണ്ട് ആക്കണതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കറ്റാർവാഴയുടെ ഇത് നമ്മൾ സ്പെഷ്യലായിട്ട് വേറെ അടിച്ചെടുക്കുക കേട്ടോ. അത് ഇതിനോടൊപ്പം ഇടണ്ട, അത് അടിച്ച് ജ്യൂസാക്കി എടുത്തിട്ട് വയ്ക്കുക. അപ്പോൾ അത് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ഞാൻ വേഗം നമ്മുടെ ഇലകളൊക്കെ പറിച്ചിടുന്നതാണ് കേട്ടോ. ഇപ്പോൾ കണ്ടെല്ലാം ഇത് പനികൂർക്കയുടെ ഇലയാണ്, നല്ല മണമാണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് കൺപീലി വളരാനും അതേപോലെ കണ്ണിലത്തെ മറ്റേ അലർജി കാര്യങ്ങൾ ഇതൊക്കെ മാറാനും നല്ല തെളിമ ഉണ്ടാകാനും ഒക്കെ നല്ലതാണ്. അതിനാണ് നമ്മൾ വെറുതെ നെയ്യിൽ മുക്കാണ്ട് നമ്മൾ ഈ ഔഷധചാറിലൊക്കെ മുക്കണേ. പച്ചിലകൾ എല്ലാം ഇങ്ങനെ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ചതയ്ക്കാൻ പോവാണ് കേട്ടോ. അതുപോലെ കറ്റാർവാഴയുടെ ജ്യൂസ് അടിച്ച് വെച്ചിരിക്കണം മിക്സിയിൽ. അത് ഇതിൽ ഇങ്ങനെ ചതയ്ക്കാൻ പറ്റില്ല, അത് നമുക്കറിയാമല്ലോ, അതൊരു വെളുപ്പുള്ളതല്ലേ. അപ്പോൾ നമ്മൾ അടിച്ച് ജ്യൂസ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അതാണിത്. നമുക്കിത് ചതച്ചിട്ട് ചാറ് പിഴിയണം. ആ ചാറിൽ നമുക്ക് നല്ല വൈറ്റ് കോട്ടൺ മുക്കിയിട്ട് അത് 7 ദിവസം ഇങ്ങനെ മുക്കണം. അതായത് 7 പ്രാവശ്യം ഇതിൽ നിന്ന് മുക്കിയെടുത്ത് ഉണക്കണം കേട്ടോ. അപ്പം അതിൻ്റെ എല്ലാ
നമ്മുടെ ഈ ഔഷധചാറുകളൊക്കെ അതിൽ കംപ്ലീറ്റ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ നേരില്ലാത്തപ്പോഴൊക്കെ നമ്മൾ ഇപ്പോൾ നമുക്ക് വേണ്ടിയിട്ടൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു ദിവസം 2 ദിവസം കൊണ്ടൊക്കെ അങ്ങനെ ആക്കി എടുക്കും. പക്ഷെ നമ്മൾ അതൊരു പ്രൊഫഷണലായിട്ട് ചെയ്യുമ്പോൾ ഈ ഒരു പ്രാവശ്യം അതിൽ തന്നെ മുക്കി ഉണക്കി അത് ചെയ്യുക, അത് റിപ്പീറ്റായിട്ട് ചെയ്യുക. വളരെ വളരെ നല്ലതാണ് കേട്ടോ. ഇതൊന്നിങ്ങനെ നിരക്കി കൊടുത്താൽ മതി, നമുക്ക് നീര് പിഴിയാനായിട്ട് പറ്റും. പനികൂർക്ക ഇലയുടെ നല്ല മണം, തുളസിയുടെയും പനികൂർക്കയുടെ ഒക്കെ നല്ല മണം, അത് നല്ലോണം മണം. പക്ഷേ കൈ ഒന്നി പോകാൻ പറഞ്ഞാൽ നമുക്ക് മണത്തിന് അങ്ങനെ നിൽക്കത്തില്ല. പക്ഷെ ഇത് ഭയങ്കര മണമാണ്. ഇത് നിങ്ങൾക്ക് എളുപ്പം മിക്സിയിലടിക്കണം, ചാന അടിച്ചാൽ മതി കേട്ടോ. എനിക്ക് ഇത് പിഴിയാനല്ലേ ട്രഡീഷണലായിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെയാണല്ലോ ആദ്യമൊക്കെ ചെയ്യുക. ഇപ്പം നന്നായി ഇത് നീരൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഈ കോട്ടത്തിൽ വെച്ചിട്ടേ ചതച്ചത് ഇരിക്കും മാറ്റി വയ്ക്കേണ്ട കേട്ടോ. അങ്ങനെ നമുക്കിത് ഫുള്ളും ചതച്ചെടുക്കാം. കുറച്ച് ക്ഷമയൊക്കെ വേണം. തുണ്ട വേണ്ടോന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ ചെയ്ത് നോക്കണം. ചതച്ചെടുക്കാം കേട്ടോ. നല്ല പനികൂർക്കയുടെ ഉണ്ടല്ലോ, ജ്യൂസ് എടുക്കണം, അതാണ് നമ്മുടെ ഉദ്ദേശം. ഓക്കെ, ഇത് കുഞ്ഞുങ്ങൾക്കും കണ്ണെഴുതാം. നമ്മളിങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് സുരക്ഷിതമായിട്ട് പേടിക്കാതെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അതാണ് നമ്മൾ വീട്ടിൽ തന്നെ കൺമഷി ഉണ്ടാക്കാനായിട്ട് പറയുന്നത് കേട്ടോ. മറ്റുള്ളത് കെമിക്കൽ അടങ്ങിയതല്ലേ, പുറത്തുനിന്ന് മേടിക്കുന്ന കൺമഷിയൊക്കെ കെമിക്കൽ അടങ്ങിയതാണ്, ഒത്തിരി കെമിക്കൽ അടങ്ങിയതാണ്. അതുകൊണ്ടാണ് കണ്ണുകൾക്ക് ഇപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ കാഴ്ചക്കുറവ്, കുറേ ഇങ്ങനെ എന്താ പറയുക ചോന്നിരിക്കുക, തടിപ്പുകൾ ഉണ്ടാവുക, ചൊറിച്ചിലുണ്ടാവുക, ഇതൊക്കെ ഇങ്ങനെയുള്ള ഓരോ കെമിക്കലൊക്കെ അടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നേച്ചുറലായിട്ട് നമ്മൾ ചെയ്തെടുക്കുകയെന്ന് വെച്ചാൽ തന്നെ നമ്മുടെ ആരോഗ്യം നമ്മൾ നോക്കാം. അത്ര തന്നെ. എനിക്കിപ്പോൾ ഞാൻ നിർത്തിയത് കണ്ണെഴുതലിപ്പോൾ ഞാൻ എന്തായാലും ഉണ്ടാക്കിയിട്ടേ ഇടുള്ളൂ എന്നുള്ളൊരു തീരുമാനത്തിലായതുകൊണ്ട് എനിക്ക് മടിയാണ്. അതുകൊണ്ട് സെയിലിങ് അതിലത് ഞാൻ വീഡിയോ ഒന്നും കാണിച്ചിട്ടില്ല, കാരണം നമുക്കത് ചെയ്യാനായിട്ടുള്ള മടി കൊണ്ടായിരുന്നു. പക്ഷേ ഇത് എനിക്കിത് കണ്ണുകൾ പറയും, കുറേ നാൾ കണ്ണെഴുതിയില്ലെങ്കിൽ വട്ടയ്ക്കാന്ന് പറയും. അതേപോലെ വെള്ള കളറോ അങ്ങനെ പണ്ടുള്ളവരൊക്കെ പറയും, എൻ്റെ അമ്മയൊക്കെ പറയും വട്ടച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു വൈകുന്നേരം കണ്ണ് എഴുതിയെടുക്കും. അപ്പോൾ പിറ്റേ ദിവസത്തേക്ക് നമുക്ക് നല്ല ഒരു നീലിമ കണ്ണിന് നമുക്ക് പറ്റും. ഞാൻ ഡയറക്റ്റായിട്ട് അതിനാണ് അധികം. എനിക്ക് പിറ്റേന്ന് ഇപ്പോൾ നാളെ ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ തലേദിവസമാണ് മിക്കപ്പോഴും കൺമഷി എഴുതുക. അതായത് ഐലൈനറൊക്കെ അതേ ദിവസം എഴുതും, പക്ഷേ കൺമഷി നമ്മൾ തലേന്ന് ഉറങ്ങണ സമയത്ത് എഴുതും. അപ്പം എന്ന് വെച്ചാൽ അത് നമ്മുടെ ആ എന്താ പറയുക മൊത്തത്തിലൊരു കളർ വരും അവിടെ. അതായത് വെള്ളപ്പൊക്കെ മാറി ഇങ്ങനെ നമ്മൾ ശരിക്കും പറയാം അന്നത്തെ ദിവസം ഡയറി എഴുതുന്നതിനേക്കാളും ഫ്രഷായിട്ട് എഴുതുന്നതിനേക്കാളും എനിക്ക് എൻ്റെ കണ്ണുകൾക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുള്ള തലേദിവസം എഴുതി എടുക്കുകയാണ്. അപ്പോൾ പിന്നെ അത് നമ്മൾ എന്തോരം കഴുകി കളഞ്ഞാൽ നമ്മൾ കുളിക്കുമ്പോഴാണെങ്കിലും അതിന് ശേഷം വീണ്ടും അത് പോയിട്ടില്ലല്ലോ എന്ന് ഓർത്ത് വാഷ് ചെയ്താലും അത് പോകത്തില്ല. പക്ഷെ അതിൻ്റെ ഒരു പടർന്നൊരു നീലിമ അത് നല്ലതാണ്, ഭംഗിയാണ് കണ്ണ്. എനിക്ക് തോന്നിയിരിക്കുന്നതാണ്, നിങ്ങൾക്ക് ഇങ്ങനെ എനിക്കറിയില്ല. ഞാൻ മിക്കപ്പോഴാണ് തലേദിവസം എഴുതി കിടക്കാറ്. പിന്നെ എൻ്റെ വീഡിയോസ് ഒക്കെ ചിലറിയാം, 1 വർഷത്തിലേറെയായിട്ട് ഞാൻ കണ്ണ് എഴുതാറില്ല. ഇതൊരു എന്താ പറയുക എന്നോട് തന്നെ ഒരു സന്ദേശിച്ചിരിക്കുകയായിരുന്നു. ഞാൻ ഉണ്ടാക്കിയിട്ട് ഞാനിങ്ങനെ എഴുതുള്ളൂ, കാരണം എനിക്ക് അത്രയും ചൊറിച്ചിൽ അനുഭവപ്പെട്ടു. ഞാൻ സാധാരണ എനിക്ക് ആദ്യം അങ്ങനെ ഉണ്ടാവാറില്ല കേട്ടോ. അതേ സ്റ്റിക്ക് തന്നെ ഞാൻ ഉപയോഗിക്കുമ്പോഴേക്ക് അതേ ബ്രാൻഡിൻ്റെ സ്റ്റിക്ക് ഞാനത് ആദ്യം ഉപയോഗിക്കുമ്പോൾ എനിക്ക് ചൊറിച്ചിലുണ്ടാവാറില്ല. പക്ഷേ ഇപ്പോൾ കുറേ നാളുകളായിട്ട് അതെനിക്ക് പറ്റുന്നില്ല. എന്തുകൊണ്ടാണ് നമുക്കറിയില്ല, നമുക്ക് ആരും കുറ്റം പറയാനും പറ്റില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് എഴുതാം. അതെല്ലാം ഞാൻ ചതച്ച് വെച്ച് കഴിഞ്ഞു. ഉണ്ടോ ഞാൻ ചതച്ച് വെച്ചത് കേട്ടോ. ഇനി അത് നമ്മൾ സ്ക്വീസ് ചെയ്തെടുക്കുകയാണ്. നമുക്ക് ഈ ഒരിലൊക്കെ മാറ്റി വയ്ക്കാം. ചെറുനാരങ്ങ ലാസ്റ്റാണ് നമുക്ക് ആക്കുന്നത് കേട്ടോ. കണ്ടോ, നമ്മൾ ഇത് ഇലകളായിരുന്നപ്പോൾ എന്തോരായിരുന്നു, ഇതായപ്പോൾ ഇത്രയ്ക്കുള്ളൂ. കണ്ടോ, അപ്പം അതിൻ്റെ ജ്യൂസാണ് നമ്മൾ എടുക്കേണ്ടത്.
നല്ലൊരു വൃത്തിയുള്ള വൈറ്റ് കോട്ടണിൽ വേണം, അല്ലെങ്കിൽ നിങ്ങൾ നല്ലൊരു നൈസായിട്ടുള്ള കണ്ണി അരിപ്പയുള്ള അരിപ്പയിൽ അരിച്ചാലും മതി. കാരണം നമുക്ക് തുണി മുക്കി ഉണക്കാനല്ലേ. ഇതെങ്ങനെ പിഴിഞ്ഞെടുക്കുക, കണ്ടാ ചാറ് വരുന്നത് അങ്ങനെ പിഴിഞ്ഞെടുക്കുക. ഞാൻ അടിയിൽ തുണി ഇട്ടുണ്ട് തെറിക്കണമായിരുന്നു. നമുക്ക് ഇതിൽ ഈ കറ്റാർവാഴയുടെ ജ്യൂസും കൂടി ഒഴിക്കാം കേട്ടോ. ഇത്രയ്ക്ക് ചാറാണ് നമുക്ക് ഇട്ടിരിക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ ഞാൻ പിഴിഞ്ഞപ്പോൾ അരിവശത്തേക്ക് തെറിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഈ ചെറുനാരങ്ങയുടെ ഒരു കുറച്ച് 3 ഡ്രോപ്സ് എങ്കിലും മതിയാകും, അത് പിഴിഞ്ഞൊഴിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഒഴിക്കാവേ. ഇത് വൈറ്റ് പാത്രമാണ്, അതാണ് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. ഞാൻ പിന്നെ അത് നമുക്ക് മുക്കി എടുക്കേണ്ടതല്ലേ, പിന്നെ അതോടുകൂടി അത് മിക്സ് ആയിക്കോളെന്ന് വെച്ചിട്ടാണ് അതൊന്നും തുടയ്ക്കാത്തത്. അപ്പോൾ ഇത്രയ്ക്കും ചാറാണ് നമുക്ക് ഇട്ടിരിക്കുന്നത്. പിഴിഞ്ഞൊഴിക്കുകയാണ്. ഒരു 3 ഡ്രോപ്സ് ഒക്കെ വേണ്ട കേട്ടോ. ഇത്രയും മതി കേട്ടോ. ആയിട്ടിത് മിക്സ് ആക്കിയിട്ടുണ്ട്. നമുക്കിതിൻ്റെ തുണി വെച്ചെടുക്കാം. കോട്ടൺ ഇതിൽ മുക്കിയെടുക്കാൻ വേണ്ട കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ നമുക്കിതിൽ പറ്റാവുന്നത്ര നമുക്ക് മുക്കിയെടുക്കാവേ. നന്നായിട്ട് ഒന്നിത് മിക്സ് ആക്കാം. ഇത് 2 പീസിൻ്റെ നമുക്ക് പറ്റാവുന്നത് മുക്കിയെടുക്കാം കേട്ടോ. ഓരോ പീസായിട്ട് മുക്കിയെടുക്കാം. നമുക്ക് തിരിയായിട്ടൊന്ന് ഇതിപ്പോൾ എന്തായാലും ഇത്രയ്ക്ക് വേണം. അപ്പോൾ നമുക്ക് ഒന്നാണ് പറ്റുള്ളെങ്കിൽ അത്രയ്ക്ക് എടുക്കാം. ഇതിങ്ങനെ മടക്കിയിട്ടാണ് മുക്കാൻ പോകുന്നത് കേട്ടോ. കാണിച്ചു തരാം. ആദ്യം ഞാൻ ഇതിൽ മുക്കിയെടുക്കുകയാണ്. നമുക്കിതൊക്കെ ഇത് മതിയായി കണ്ടോ. ഇത് പിഴിയുമ്പോൾ ചാറ് കിട്ടും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ വീണ്ടും ഇത് കഴിഞ്ഞിട്ട് ഉണങ്ങിയിട്ട് ഇത് വീണ്ടും ഇതിലേക്ക് തന്നെ ഇട്ടാക്കാം കേട്ടോ. കണ്ടോ. ഇനി മറ്റേ അടുത്ത കോട്ടൺ വേണം നമുക്ക് ഇതിലേക്ക് മുക്കാം, അല്ലെങ്കിൽ ഇത് തന്നെ ഉണക്കിയിട്ട് വീണ്ടും ഈ ചാറിൽ വീണ്ടും മുക്കിയിട്ട് ആക്കാം. കണ്ടോ പച്ച ഇതിനാണ് നമ്മൾ ചെറുനാരങ്ങയുടെ ഇത് നമ്മൾ ഇതിൽ ആക്കണത് കണ്ടോ. ഈ വെള്ള തുണി പച്ച ഇനി ഒരെണ്ണൂടി മുക്കിയെടുക്കാൻ പോവുകയാണേ. ഇതിലിങ്ങനെ കറങ്ങുന്നത് ഓക്കെ. ഇനി വൈറ്റ് നമുക്ക് ഇതേപോലെ തന്നെ മുക്കിയെടുക്കാം. ഇതിൽ നമ്മൾ പിഴിഞ്ഞിട്ട് ബാക്കി ചാറ് കിട്ടുമ്പോൾ അത് വീണ്ടും നമ്മൾ ഇത് ഉണക്കിയിട്ട് വീണ്ടും ഇതിൽ തന്നെ മുക്കാം. അങ്ങനെ കുറേ ചാറുണ്ടാക്കി വെച്ചാൽ നമുക്ക് 7 പ്രാവശ്യം മുക്കാളത് കിട്ടും. ഇനിയിപ്പോൾ ഞാൻ അടുത്ത ദിവസം ചാറുണ്ടാക്കിയിട്ട് വീണ്ടും മുക്കും. അത് നമുക്ക് ഇതൊന്നും വലിയ തണലത്തിട്ട് ഉണക്കാൻ പാടുള്ളൂ, വെയിലത്തിട്ട് ഉണക്കാൻ പാടില്ല. അപ്പോൾ തണലത്തിട്ട് ഉണക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ നോക്കി നമ്മുടെ പാത്രം നല്ല ക്ലീൻ ആയില്ലേ. ഇത് പിഴിഞ്ഞണം. ഇത് പിഴിഞ്ഞിട്ട് നമുക്കിത് ഉണക്കിയിട്ട് ഇത് വീണ്ടും ഇതിൽ മുക്കിയിട്ട് നമുക്കെടുക്കാം. ഈ വൈറ്റ് തുണിയൊക്കെ നന്നായിട്ട് കറങ്ങിച്ചെങ്കിൽ കേട്ടോ ഇതേപോലെ നമുക്ക് ഉണക്കാം. ഇതിങ്ങനെ കുറച്ചും കൂടി നമുക്ക് തണലത്തിട്ട് ഉണക്കണം, വെയിലത്ത് ഉണക്കാൻ പാടില്ല, തണലത്തിട്ട് ഉണക്കണം കേട്ടോ. ഇതൊന്നും കൂടി നനയ്ക്കാൻ പോവാണ് ഞാൻ. എന്തായാലും ഇത് നാളേക്ക് ഞാൻ വീണ്ടും ഇത് ഉണങ്ങുമ്പോൾ ഇതിപ്പോൾ ഈവനിങ് 7 മണിക്ക് ആവാറായിട്ടുണ്ട്. ഇത് പിന്നെ നാളെ രാവിലെയാണ് വീണ്ടും എനിക്ക് ആക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ ഈ നീരൊക്കെ ഇതിൽ തന്നെ പറ്റിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇതങ്ങനെ തന്നെ പിഴിയേണ്ട നമുക്ക്. ഈ നീര് അതിൽ കിടന്ന് ഇങ്ങനെ ഉണങ്ങിക്കോട്ടെ. അത്രയും നല്ല ഗുണം നമുക്ക് കിട്ടും. ഇത് വീണ്ടും എടുത്തിട്ട് നാളെ ഇതേ പ്രോസസ്സ് വീണ്ടും ആരംഭിക്കും. ഒരു ദിവസം നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിൽ മുക്കി ഉണക്കി ഒറ്റ ദിവസം കൂടി പണി കഴിക്കാം. 7 പ്രാവശ്യം. 7 ദിവസം എടുക്കണ്ട, 7 പ്രാവശ്യം. അപ്പോൾ ഞാൻ അടുത്ത ദിവസമാണ് ഇത് ആക്കുക. അത് ഞാൻ കാണിക്കില്ല. നമ്മൾ 7 പ്രാവശ്യം എടുത്ത് ഇതേപോലെയാണ് ഈ ഒരു രീതി നിങ്ങൾ തുടരാം. 7 പ്രാവശ്യം തുടരാം. അത്രേ വേണ്ടു. കണ്ടോ പച്ച തുണികളായി നമ്മൾ എടുത്ത തുണി. ഇത് ഞാൻ മടക്കിയതാണ്, 4 മടക്കാണത്. ഇത് നല്ല വീതിയുള്ള ക്ലോത്താണ് കേട്ടോ. ഇത് ഉണങ്ങിയിട്ട് നമുക്ക് ഇതുകൊണ്ട് തിരി തെറുത്തിട്ട് വേണം നമുക്ക് കത്തിച്ചിട്ട് കരിയാക്കിയിട്ട് കണ്ണശിയാക്കാം. അത് ഞാൻ കാണിക്കാം. അപ്പോൾ ഇതൊക്കെ ഉണങ്ങട്ടെ. 2, 3, 4 ദിവസം എടുത്തിട്ടാണ് നമുക്ക് വീഡിയോ പൂർണ്ണക്കാനായിട്ട് എനിക്ക് പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഉണക്കി കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത കാര്യം കാണാം. ഓക്കെ. ഉണക്കി 2 തുണികൾ ഞാൻ 2 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ തെറുക്കുകയാണ്. നമുക്ക് ഇതിൻ്റെ കരി എടുക്കണ്ട അതിന് വേണ്ടിയിട്ട്. അപ്പം നമ്മളിത് ഔഷധചാറിൽ മുക്കിയ തുണിയാണ്. നമ്മളിതിങ്ങനെ തെറുത്തെടുക്കുക. എല്ലാവർക്കും അറിയാവുന്നതല്ലേ. നമ്മളിത് എന്തായാലും ഇത് ഇങ്ങനെ കൂട്ടിയിട്ടാണ് ഞാൻ കത്തിക്കണേ. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തെറുത്തെടുക്കുക കേട്ടോ. 2 അങ്ങനെ തെറുത്തെടുക്കുക. അടുത്തതും കൂടി നമ്മളിങ്ങനെ എടുക്കുക. നമ്മൾ വിളക്കിന് തിരിയൊന്നല്ല, അതുകൊണ്ട് അത്രയ്ക്കും കത്തി കുറയ്ക്കണമെന്നൊന്നും ഇല്ല. അപ്പോൾ ഞാൻ വലിയ കാര്യങ്ങളൊന്നും നോക്കാണ്ട് വേഗം ആവാൻ വേണ്ടിയിട്ട് കേട്ടോ. വലിയ തുണി ആയതുകൊണ്ടാണ് ഇങ്ങനെ കട്ടിയിൽ വരുന്നത്. അപ്പോൾ നമ്മൾ 2 തിരി ആയിട്ടുണ്ട്. ഇതിങ്ങനെ കൂട്ടി വെച്ച് ഞാൻ ആക്കാണ് ചെയ്യുന്നത് കേട്ടോ. കണ്ടോ. നമുക്കിതിന് കത്തിക്കാം. പുറത്താണ് നമുക്ക് കത്തിക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ കൈകൊണ്ടാണ് ഒന്നും വേണ്ട. ഇവിടെ കുറേ കല്ലും കട്ടകളൊക്കെ കൂട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കിതാ അനുയോജ്യമായൊരു സ്ഥലത്ത് ഞാൻ വെച്ചു. നിങ്ങൾക്ക് അങ്ങനെ ഇല്ലെങ്കിൽ നിരപ്പായ സ്ഥലമാണെങ്കിൽ 2 കട്ട വെക്കുക. എന്നിട്ട് ഈ ചട്ടി കമത്താൻ പാകത്തിൽ ഇതാക്കാം കേട്ടോ. ഇപ്പോൾ ഇതിൽ നെയ്യ് ഒഴിക്കുകയാണ് കേട്ടോ. ഇത് വീട്ടിലുണ്ടാക്കിയ നെയ്യാണ്. അപ്പോൾ ഇതിൽ കെമിക്കലൊന്നും ഉണ്ടാകത്തില്ല.
നമ്മൾ നെയ്യ് ഒഴിച്ച് തിരി ഈ ഓരോ തിരിയായിട്ട് കത്തിച്ച് ആക്കാൻ പറ്റുള്ളൂ കേട്ടോ. അതിനനുസരിച്ചാണ് നമ്മൾ ചെയ്യണത്. മുക്കിയെടുക്കുക നന്നായി. 2 അറ്റം കത്തിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുറച്ചും കൂടി നിങ്ങൾക്കൊക്കെ തിരി അഞ്ചിന് ഈ പാത്രം മതിയാവും. നമ്മൾ കുറച്ച് വലുതായി കാറ്റ് വരുന്നുണ്ട് പുറത്തായതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെ ഇരിക്കണം, കാരണം ഈ തീയെ അതിന് മേലേക്ക് പിടിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ അതേ ലെവലിലാണ് നമ്മൾ ഇതാക്കി വെച്ചിരിക്കുന്നത്. കണ്ടോ തിരി കത്തുണ്ട്. ഞാൻ ജസ്റ്റ് നിങ്ങൾ കാണിച്ചു തരാം. ഇതാ കണ്ടോ. അപ്പോൾ ഇതിൻ്റെ മേലേക്ക് വേണം ഇതിൻ്റെ ഇത് വരാനായിട്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം എടുക്കും. അപ്പോൾ അത് കത്തി അതിൻ്റെ കരി ഇവിടേക്ക് പടരട്ടെ. ഓക്കെ, ഞാൻ അതിൻ്റെ പുറത്തും കുറച്ച് നെയ്യും കൂടി തടവിയുണ്ട് കേട്ടോ. അതിൻ്റെ കയ്യിലുള്ള ബാക്കി ഉള്ളിലും കുറച്ച് തടവിയുണ്ട്. അതിന് വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല. കത്തി കഴിക്കട്ടോ, സമയം എടുക്കും. കണ്ടോ നന്നായി കത്തുണ്ട്. ഈത്തെ തിരിമുടി നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. ഇത്ര അധികം കരിയായിട്ടോ. നല്ല വെയിലാട്ടോ, ഉച്ചയാവാറായി. നല്ല വെയിലത്താണ്, അതാണ് നമുക്ക് കാണാത്ത. കാണിച്ചു തരാം ലാസ്റ്റ് കേട്ടോ. അപ്പോൾ ഇതാ കത്തണം കേട്ടോ, നിങ്ങൾ നന്നായി കത്തുന്നുണ്ട്. കുറച്ചും കൂടി നെയ്യ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നെയ്യ് നമുക്ക് എപ്പോഴും മുങ്ങി കിടക്കണം നന്നായിട്ട്. നമുക്ക് നമ്മുടെ വീട്ടിലുണ്ടാക്കിയ നെയ്യ്, എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന നെയ്യ് കേട്ടോ. അത് നമുക്ക് കെമിക്കൽ ഉണ്ടാകത്തില്ല. ഒന്നുകൂടി നമുക്ക് കമത്തി വയ്ക്കാം. ഇത്രയ്ക്കും കരി കിട്ടിയിട്ടുണ്ട് കേട്ടോ. തിരിയൊക്കെ കത്തി കഴിഞ്ഞു കേട്ടോ. നമുക്ക് കരി കണ്ട ഇത്രയും കരിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ. നല്ല കരിയുണ്ട്, നമുക്ക് ചുരണ്ടി എടുക്കാം. അപ്പോൾ ഇതാ നമുക്ക് ഇതേ കരി അത് ഇത്രയാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഇത്രയാണ് നമുക്ക് കരി കിട്ടിയിരിക്കണേ. പക്ഷേ ഇനിയും കുറച്ചും കൂടി ഇത്രയ്ക്ക് തന്നെ നമുക്ക് ഇതിന്ന് ആവണക്കെണ്ണയിൽ നമുക്ക് ഇതിൽ ചട്ടിയിൽ നമ്മൾ നെയ്യോ അല്ലെങ്കിൽ ആവണക്കെണ്ണയോ ചിറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. കുറേയൊക്കെ നമുക്ക് വരണ്ടിട്ട് കിട്ടാണ്. ഇത്രയും കരിയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് 2 തരത്തിൽ ഉണ്ടാക്കാം. ചിലർ ഇതിൽ ആവണക്കെണ്ണയോ നെയ്യോ ഡയറക്റ്റ് മിക്സ് ചെയ്തിട്ട് കണ്ണിൽ തേക്കാറുണ്ട്. പക്ഷെ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് നമുക്ക് ഒരു പുറത്തുനിന്ന് മേടിക്കുന്ന ഒരു കൺമഷിയുടെ എഫക്റ്റ് അതേപോലത്തെ ഒരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിത് ചേർത്തിട്ട് ഇതിൽ കൂടെ നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ കരി. ഇത്രയ്ക്ക് ഒരു ക്വാണ്ടിറ്റി തന്നെ നമുക്ക് ഇതിൽ നിന്ന് പഠിച്ചെടുത്താൽ കിട്ടും കേട്ടോ. ഈ ചട്ടിയിൽ നിന്ന് ഞാൻ കുറച്ച് വരണ്ടി എടുത്ത് കാണിച്ചതാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഇതിലേക്ക് മെൽറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പോവാം. നമ്മൾ ഡബിൾ ബോയിൽഡ് ആയിട്ട് ചെയ്യണത്. അപ്പോൾ ഈ ഒരു ഗ്ലാസിൻ്റെ പാത്രമാണ് വെക്കാൻ പോകുന്നത് കേട്ടോ. അതിൽ നമുക്ക് കുറച്ചേ പാടുള്ളൂ നമ്മുടെ കാസ്റ്റർ ഓയിൽ കേട്ടോ, ആവണക്കെണ്ണ കുറച്ച് പാടുള്ളൂ. കാരണം നമുക്കുള്ള കരിക്കനുസരിച്ചാണ് നമ്മൾ ചേർക്കേണ്ടത്. അപ്പോൾ കുറച്ച് ചേർക്കുക. പിന്നെ നമ്മളിതിൽ ബീസ് വാക്സ് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതും കുറച്ച് തന്നെ നമ്മൾ ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു കുഞ്ഞ് സ്പൂൺ ആയതുകൊണ്ട് ഭാഗമാണ് 2 പ്രാവശ്യമായിട്ട് ഒഴിച്ചത്. ഇനി നമുക്കിതിലേക്ക് ഓരങ്ങ മാത്രമാണ് നമുക്ക് കാസ്റ്റർ ഓയിൽ ചേർക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ബീസ് വാക്സ് ആണ് ഇടേണ്ടത്. നമുക്ക് ചൂടായതിന് ശേഷം ഇടാം കേട്ടോ. ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിൽ നമുക്ക് ബീസ് വാക്സ് ഇടാം കേട്ടോ. അത് മെൽറ്റ് ആവണുണ്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ കരി ഇട്ടതിന് ശേഷം നമുക്ക് നോക്കണ്ട കേട്ടോ. നമ്മുടെ സ്റ്റീം ഇതിലേക്ക് നന്നായിട്ട് ആവുന്നുണ്ട്. നമ്മുടെ ബീസ് വാക്സ് മെൽറ്റായി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കരി ഇടാം കേട്ടോ. ബീസ് വാക്സ് നന്നായി മെൽറ്റായിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കരി ഇടാം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം, മിക്സ് ചെയ്യാം കേട്ടോ. ഇതിലേക്കൊരു വൈറ്റമിൻ ഇ പൊട്ടിച്ച് വയ്ക്കണേ. വൈറ്റമിൻ ഇയും കൂടി പൊട്ടിച്ചിട്ടിട്ട് നന്നായി മെൽറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറേ തുണികളോണ്ട് നമ്മൾ ഉണ്ടാക്കിയ കുറേ ക്വാണ്ടിറ്റി ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ. ചട്ടിയിലത്തെ ഞാൻ എടുത്തിട്ടില്ല. അത് എടുക്കുമ്പോൾ അത് വേറൊരു മെത്തേഡ് ഞാൻ ഡയറക്റ്റായിട്ട് കാണിച്ചു തരാം. ഇതിപ്പോൾ മെൽറ്റ് ചെയ്യണൊരു മെത്തേഡ്. അപ്പോൾ ഇത് കഴിഞ്ഞ് നമുക്കിതൊരു ജാറിലേക്ക് ഒഴിക്കാം. ഇത് കുറച്ചുകൂടി സെറ്റ് ആവും കേട്ടോ. നോക്കാവേ.
കട്ടയാവും. കണ്ട, അത് കഴിഞ്ഞിട്ട് ഞാൻ നമുക്ക് കാണിച്ചു തരാം കേട്ടോ. കണ്ട, എന്തൊരു കറുപ്പാ നോക്കി. കണ്ടോ, നല്ല ശരിക്കും നമ്മൾ കടകളിൽ നിന്ന് മേടിക്കുന്ന അതേ ഒരു ഇത്. കണ്ട, ഞാൻ കണ്ണെഴുതി കാണിച്ചു തരാൻ, ചൂടാറട്ടെ കേട്ടോ. സൂപ്പറായിട്ടുള്ള ടെക്സ്ചറായിട്ടുണ്ട്. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇത് ഒരു മെത്തേഡാണ്, അതായത് ബീസ് വാക്സ് ചേർത്ത് ശരിക്കും കടയിൽ നിന്ന് മേടിക്കുന്ന ഒരു ഇതിൽ കിട്ടും. ഇത് കുറച്ചും കൂടി നമുക്ക് നമ്മുടെ ലിപ് ബാം സെറ്റാവണ പോലെ സെറ്റാവണം കേട്ടോ. അപ്പം ഇതാ, ഇനി ഇതിലുള്ള തന്നെ നമുക്ക് എനിക്ക് കണ്ണെഴുതാനായിട്ട് പറ്റും. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ നമ്മുടെ ഇതിലെന്ന് വെച്ചാൽ നമുക്ക് ഡയറക്റ്റ് നമ്മൾ മെൽറ്റ് ചെയ്യാതെ തന്നെ ആവണക്കെണ്ണയും അതുപോലെ നെയ്യ് അല്ലെങ്കിൽ നെയ്യ് ആക്കിയിട്ട് നമുക്ക് ഇതാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു 2-3 ദിവസം കണ്ണെഴുതാനുള്ള കൺമഷി കിട്ടും കേട്ടോ. അപ്പോൾ ഒത്തിരി ഒരു 1.5 വർഷമായി, 1 വർഷത്തിലേറെ എന്തായാലും ഞാൻ കണ്ണെഴുതിയിട്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കണ്ണെഴുതുന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട്. നമ്മളുണ്ടാക്കിയ കൺമഷി കൊണ്ട് നമ്മൾ എഴുതുമ്പോൾ അത് വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ. അത് എത്ര നിസ്സാര കാര്യം ആണെന്ന് മറ്റുള്ളവർക്ക് തോന്നിയാലും നമുക്കത് വലിയൊരു കാര്യം തന്നെയാണ്. ജസ്റ്റ് ഒന്ന് അയച്ചിട്ടൊക്കെ ഉണ്ട്. അതേപോലെ വേർപ്പൊന്ന് ഒപ്പിയിട്ടുണ്ട്. കണ്ണെഴുതുമ്പോൾ കുറച്ച് ഭംഗിയൊക്കെ ആയിക്കോട്ടെ വെച്ചിട്ടാണ് കേട്ടോ. ഈ രാവിലെ തൊട്ട് കൺമഷി പണിയായിരുന്നു. ഒരു കുഞ്ഞു കൂടിൽ ഹാഫാണ് ഈ കൺമഷിയെങ്കിലും നല്ലതാണ്. ഇതിന് എഴുതാൻ പോവാണ്. അപ്പോൾ ഞാൻ അരിവശത്ത് തന്നെ എടുക്കണം. ആദ്യം കണ്ടോ, നമ്മുടെ കൈമേരി നിങ്ങൾ പറയുന്നുണ്ടെന്ന് നോക്കിയാൽ അവിടെ ഫാഡാണ്ട് കുറേ നേരം ഇരിക്കണം കരി പറക്കാൻ, ഈ ചട്ടിയിലത്തെ കരി പറക്കാതിരിക്കുക. പക്ഷേ നോക്കിയാൽ സ്മഡ്ജായിട്ടുണ്ടോ നോക്കിയാൽ ഇല്ല കേട്ടോ. അത്രയും നല്ല അടിപൊളി ടെക്സ്ചർ നമ്മുടെ കൺമഷി വന്നിരിക്കണേ. അപ്പോൾ ഞാൻ എഴുതി കാണിക്കാവേ. അതാ കേട്ടോ, കറക്റ്റായൊരു ടെക്സ്ചറായിട്ടുണ്ട്. ഞാനിങ്ങനെ എഴുതണത് ഒരു വ്യത്യാസം ഉണ്ട് കേട്ടോ. കാരണം ഞാൻ ഇവിടെയും എഴുതും മുകളിലും എഴുതും. ഇതേ പാട്ട് തന്നെ മുകളിൽ എഴുതും കേട്ടോ. ഞാൻ കാണിച്ചു തരാവേ. എപ്പോഴും ഇവിടെ നിന്ന് വേണം നമ്മൾ കണ്ണെഴുതാനെന്നാണ് ആയുർവേദം പറയുന്നത്. അങ്ങനെ തന്നെ നമ്മൾ എഴുതാറ്, എങ്കിലും പറഞ്ഞു എന്നേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാനൊരു കാര്യം കൂടി ചെയ്യും. എന്നിട്ടെന്നറിയോ, ഇങ്ങനെ അങ്ങ് പിടിക്കും. ഇങ്ങനെ പിടിച്ചിട്ട് ഇതാ ഇങ്ങടും കൂടി എഴുതും. കണ്ടോ, അപ്പോൾ ആ മുകളിലേക്കും ആവും. പിന്നെ ഒരു കാര്യം, നമ്മുടെ ഈ കൺമഷി കൺപീലൊക്കെ നന്നായിട്ട് വളരും കേട്ടോ. ആടാ, ഇതും ഇത് വ്യത്യാസം കണ്ടോ, നല്ല കൺമഷി, നല്ല കറുപ്പ് അല്ലേ. നോക്കട്ടെ കേട്ടോ, ഇനി ഇതും കൂടി എഴുതാവേ. നല്ലൊരു ടെക്സ്ചറാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് ഞാൻ എഴുതിയപ്പോൾ ഇവിടെയൊക്കെ കൈ വെച്ച് എഴുതിയതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ തുടച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ വലിയ പ്രശ്നമില്ല എനിക്ക് തോന്നണേ. 2 കണ്ണിലും ഒരേപോലെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതാ ഓക്കെ അല്ലേ. അപ്പോൾ നല്ല ബെസ്റ്റ് കൺമഷിയാണിത്. ഇത് കാണുമ്പോൾ നിങ്ങൾ നോക്കിയത് ഇപ്പോഴും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മുടെ ഈ കൺമഷി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ഈ കൈയുടെ കാര്യം. ഇതിൽ നമ്മൾ ഓയിൽ എടുത്തിട്ട് ഇത് നമ്മൾ തുടച്ചെടുക്കും കേട്ടോ. കാരണം നമ്മൾ വേസ്റ്റ് ആക്കാനില്ല. അപ്പോൾ അങ്ങനെയും ചെയ്യാം. എന്നിട്ട് മെൽറ്റ് ആക്കാതെ തന്നെ നമുക്ക് അഞ്ജനക്കാരൻ്റെ പൊടിയും കൂടി എടുത്ത് ചേർത്താക്കാം. ഞാൻ വേറെ വീഡിയോയിൽ അതും കൂടി കാണിക്കാവേ. അപ്പോൾ ബൈ, താങ്ക് യു.